നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുറച്ച് പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് ഒറ്റപ്പദം വിഭാഗത്തിൽ നിന്നുള്ളതാണ്. നീതിയെ സംബന്ധിക്കുന്നത് എന്നതിന്റെ ഒറ്റപ്പദം എന്ത് എന്നാണ് ചോദ്യം. നൈതികം, നിയാമകം, നിയുക്തം, നിയമം. ഏതാണ് നീതിയെ സംബന്ധിക്കുന്നത് എന്നതിന്റെ ഒറ്റപ്പദമായി നമ്മൾ ഓർത്തിരിക്കേണ്ടത്? നൈതികം എന്നാണ്. നൈതികം. അടുത്തത് ആമയുടെ പര്യായം ഏത് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നിന്റെയും അർത്ഥങ്ങൾ നോക്കി നോക്കി പോകാം. മേഷം എന്താണ്? മേഷം എന്ന പദത്തിന്റെ അർത്ഥം അത് ആട് എന്നാണ്. ആട് എന്നാണ് മേഷം എന്ന പദത്തിന്റെ അർത്ഥം. അതുകൂടാതെ മേടമാസം എന്നും സൂചിപ്പിക്കാറുണ്ട്. എങ്കിലും ആട് എന്ന പദം പ്രധാനമായും ഓർത്തിരിക്കുക. അടുത്തത് കച്ചപമാണ്. കച്ചപം. അതുപോലെ പഞ്ചഗൂഢം. ഒരു ജീവി ഉണ്ടല്ലോ, തന്റെ 5 ഓർഗൻസും അതിന്റെ പുറം ചട്ടയുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. അത് ഏത് ജീവിയാണ്? ആമയാണ് അല്ലെ. അപ്പൊ കച്ചപം, പഞ്ചകൂടം എന്നൊക്കെ വെച്ചാല് അത് ആമയുടെ പര്യായങ്ങളാണ്. മരാളം എന്താണ്? മരാളം. മരാളം എന്നാൽ അരയന്നം എന്നാണ് അർത്ഥം. മരാളം എന്നാൽ അത് അരയന്നമാണ്. മണ്ടൂകമാണെങ്കിൽ നമുക്കറിയാം മണ്ടൂകം തവളയാണ് അല്ലെ. കൂപമണ്ടൂകം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്ലവംഗം, മണ്ടൂകം, ദർദുരം ഇവയെല്ലാം തവളയുടെ പര്യായങ്ങളാണ്. അപ്പൊ എല്ലാം ഓർത്തു വെച്ചിരിക്കുക. അടുത്തത് നോക്കാം. ശരിയായ വാക്യം ഏതാണ് എന്നതാണ് ചോദ്യം. എനിക്ക് 10 തേങ്ങകൾ വേണം. എനിക്ക് 10 തേങ്ങ വേണം. എനിക്ക് 10 തേങ്ങകളാണ് വേണ്ടത്. എനിക്ക് 10 തേങ്ങകളോളം വേണം. നമുക്കറിയാം ശരിയായ വാക്യം എന്നാൽ അത് വാക്യശുദ്ധി എന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. നോക്കൂ, ഒരിക്കലും നമ്മൾ 10 എണ്ണൽ സംഖ്യയുടെ ഒപ്പം ഇങ്ങനെ തേങ്ങകൾ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കില്ല എന്നോർത്തിരിക്കണം. അതുകൊണ്ട് എനിക്ക് 10 തേങ്ങ വേണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ബഹുവചന രൂപങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങയുടെ. പക്ഷെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് 10 തേങ്ങ വേണം എന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഉന്നമ്രം എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് ചോദ്യം. പിരിച്ചെഴുത്ത് എന്ന വിഭാഗത്തിൽ നിന്നാണ് ഉന്നമ്രം. ഉൻ അധികം നമ്രം, ഉൽ നമ്രം, ഉത് നമ്രം, ഉൻ അമ്രം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഉത് അധികം നമ്രമാണ് ഉന്നമ്രമായി മാറുന്നേ. നോക്കൂ, ഉത് അധികം നമ്രമാണ് ഉന്നമ്രമാവുന്നേ. എന്ത് മാറ്റമാണ് ഇവിടെ വരുന്നേ? ഇവിടെ ത് എന്നുള്ള വർണ്ണം പോയിട്ട് പകരം ഒരു ന് എന്ന വർണ്ണം വന്നു ചേരുകയാണ് അല്ലെ. അപ്പൊ ത് എന്ന വർണ്ണം പോയി ന് എന്ന വർണ്ണം വന്നു ചേരുന്നത് കൊണ്ട് ഇത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് എന്നുകൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം ശൈലി വിഭാഗത്തിൽ നിന്നാണ്. ആരംഭിക്കുക, പെട്ടെന്ന് ഭയപ്പെടുത്തുക, അപൂർണമായി നിർത്തുക, അവസാനിപ്പിക്കുക. ഏതാ കറക്റ്റ്? ഏതാ കറക്റ്റ്? ധനാശി പാടുക എന്നാൽ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കേളികൊട്ട്, ധനാശി പാടുക എന്നൊക്കെ വെച്ചാൽ. അപ്പൊ ധനാശി പാടുക എന്നാൽ അവസാനിപ്പിക്കുക എന്നാണ്. കേളികൊട്ടാണ് ആരംഭിക്കുക എന്നർത്ഥം വരുന്നത്. കേളികൊട്ട് എന്നാൽ ആരംഭിക്കുക എന്നാണ്. അവസാനിപ്പിക്കുക എന്നാൽ അത് ധനാശി പാടുക എന്നാണ്. അടുത്തത് ശരിയായ പദം ഏത് എന്നതാണ് ചോദ്യം. പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഉദ്ഗ്രഥിതം എന്ന് 4 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് എന്നാണ്. രഥത്തിന്റെ ധായുള്ള ഈ ഉദ്ഗ്രഥിതമാണ് ശരിയായത് എന്ന് ഓർത്തിരിക്കുക. അവരജൻ എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. ആദ്യം അവരജൻ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അവരജൻ എന്നാൽ അത് അനുജൻ എന്നാണ് അർത്ഥം. അവരജൻ എന്നാൽ അനുജൻ. അപ്പൊ നോക്കൂ, അഗ്രജൻ, ആത്മജൻ, അനുജൻ, അന്തണൻ. ഇതിലേതാണ് കറക്റ്റ്? അവരജൻ എന്നതിന്റെ വിപരീതം അത് അഗ്രജനാണ്. ജ്യേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് അഗ്രജൻ. അതുകൊണ്ട് അതാണ് ഇതിന്റെ വിപരീതമായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത് എന്നതാണ് ചോദ്യം. കവികൾ എന്നാൽ ബഹുവചനമാണ്. സ്വാമികൾ രൂപം കൊണ്ട് ബഹുവചനമാണെങ്കിലും സ്വഭാവം കൊണ്ട് എന്താണ്? അത് ഏകവചനമാണ് അല്ലെ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ അത്
ബഹുവചന രൂപത്തിൽ വിശേഷിപ്പിക്കുന്നതാണ്. അധ്യാപകൻ എന്നത് എന്താണ്? അധ്യാപകൻ. അധ്യാപകനും ഒരു ഏകവചനമാണ്. ശിഷ്യന്മാർ എന്താണ്? ശിഷ്യന്മാർ എന്നാൽ അത് ബഹുവചനമാണ്. ശിഷ്യന്മാർ എന്നാൽ ബഹുവചനം. അപ്പൊ ഇതിൽ ഏതാണ് ബഹുവചനത്തെ സൂചിപ്പിക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? രണ്ടെണ്ണം നമുക്ക് പറയാം. രൂപം കൊണ്ട് ബഹുവചനമാണെങ്കിലും ഇത് സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രകൃതി കൊണ്ട് ഏകവചനമാണ്. അധ്യാപകൻ എന്നതും ഏകവചനമാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ആശാൻ എഴുതിയ കൃതി ഏത് എന്നതാണ് ചോദ്യം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കൃതി വീണപൂവ്, പ്രരോദനം, കരുണ, ദുരവസ്ഥ. ഏതാണ്? അത് പ്രരോദനമാണ് ട്ടോ. രോദനമല്ലേ, കരച്ചിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ആശാൻ എഴുതിയതാണ് പ്രരോദനം. താഴെ കൊടുക്കുന്ന വാക്യങ്ങളെ അർത്ഥം നഷ്ടപ്പെടുത്താതെ ചേർത്തെഴുതുക എന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാറ്റു വീശി മഴ പെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? കാറ്റ് വീശുകയും ചെയ്തു, മഴ പെയ്യുകയും ചെയ്തു അല്ലെ. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. മഴ പെയ്തപ്പോൾ കാറ്റു വീശി, കാറ്റ് വീശുകയും മഴ പെയ്യുകയും ചെയ്തു, കാറ്റ് വീശിയത് കൊണ്ട് മഴ പെയ്തു, മഴ പെയ്തത് കൊണ്ട് കാറ്റ് വീശി. എന്താണ് അവർ ഉദ്ദേശിച്ചത്? കാറ്റ് വീശി മഴ പെയ്തു. അതായത് രണ്ട് കാര്യങ്ങളും നടന്നു. ആദ്യം കാറ്റ് വീശുകയും പിന്നെ മഴ പെയ്യുകയും ചെയ്തു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് ചാതകം എന്നതിന്റെ സ്ത്രീലിംഗം എന്ത് എന്നതാണ് ചോദ്യം. ആദ്യം നോക്കാം. ചാതകം എന്നാൽ വേഴാമ്പൽ എന്നാണ് അർത്ഥം. ചാതകം എന്നാൽ വേഴാമ്പൽ എന്നാണ് അർത്ഥം. അതിന്റെ വിപരീതം ചാത്തിക, ചാത്തിക്കി, അചാതകം, ചാതക്കി. ഏതാണ് കറക്റ്റ്? ഓർത്തിരിക്കുക, ചാതക്കിയാണ്. നമ്മളുടെ കയ്യില് ഒരു വേഴാമ്പലിന്റെ ടോയ് കളിപ്പാട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിന് കീ ഇട്ട് തിരിച്ചാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ, ഇങ്ങനെ പറക്കുള്ളൂ എന്ന് ചിന്തിക്കുക. അപ്പൊ ചാതക്കി ആണ് സ്ത്രീലിംഗം എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് പൊൽത്തിടമ്പ് എന്ന വാക്ക് പിരിച്ചെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ തിടമ്പാണ്? ദേവന്റെ ഒക്കെ വിഗ്രഹം കണ്ടിട്ടില്ലേ? പൊന്നുകൊണ്ടുണ്ടാക്കിയതാണ് അല്ലെ. പൊന്നിന്റെ തിടമ്പാണ് പൊൽത്തിടമ്പായി മാറുന്നേ. നോക്കൂ, പൊൽ അധികം തിടമ്പ്, പൊന്ന് അധികം തിടമ്പ്, പൊല്ല് അധികം തിടമ്പ്, പൊൻ അധികം തിടമ്പ്. ഏതാ കറക്റ്റ്? പൊന്നിന്റെ തിടമ്പാണ്. നമുക്കറിയാം, പൊന്നിന്റെ തിടമ്പാണ് പൊൽത്തിടമ്പായി മാറുന്നത്. പൊൽത്തിടമ്പ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. അമലം, വിമലം, കമലം, നിർമ്മലം. ഏതാണ് കറക്റ്റ്? ആദ്യം ഓരോന്നിന്റെയും അർത്ഥം നമുക്ക് നോക്കാം, എന്നിട്ട് ഏതാണ് വ്യത്യസ്തമായത് നോക്കാം. അമലം അല്ലെങ്കിൽ അമല എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധം എന്നാണ് അല്ലെ അർത്ഥം. പരിശുദ്ധം. വിമലം എന്താണ്? വിമലം. വിമലം അതും പരിശുദ്ധം തന്നെയാണ്. കമലം എന്താണ്? കമലം. കമലം എന്നാൽ അത് താമരയാണ്. നിർമ്മലമാണെങ്കിലോ? നിർമ്മലമാണെങ്കിൽ അതും പരിശുദ്ധമാണ്. അപ്പൊ ഏതാ കൂട്ടത്തിൽ പെടാത്തെ? ഓപ്ഷൻ സി, കമലം എന്നതാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്തത് പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏത് എന്നതാണ് ചോദ്യം. ഓട്, ക്ക്, ആൽ, എ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തന്മ നിർദ്ദേശിക, കർത്ത, പ്രതിഗ്രാഹിക, കർമ്മമേ എന്നാണ് നമ്മൾ പഠിക്കാറല്ലേ. പ്രതിഗ്രാഹികയുടെ എ എന്ന പ്രത്യയമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിൽ ഓപ്ഷൻ എ പ്രതിഗ്രാഹികയുടെ വിഭക്തിയാണ്. ഓട് ഏതാണ്? പറഞ്ഞോളൂ. സംയോജികയാണ് അല്ലെ. ഓടാണെങ്കിൽ അത് സംയോജികയാണ്. ക്ക്, ന് ഉദ്ദേശികയുടേതാണ്. ഉദ്ദേശികയുടേതാണ് ക്ക്, ന്. ആൽ ആണെങ്കിൽ അത് പ്രയോജികയാണ് എന്നോർത്തിരിക്കുക. ആലാണെങ്കിൽ അത് പ്രയോജിക. അടുത്തത് അഹി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നാണ്. പക്ഷി, മൃഗം, പാമ്പ്, തവള. പറഞ്ഞോളൂ മക്കളെ. അഹി എന്നാൽ എന്താണ്? അഹി എന്നാൽ അത് പാമ്പാണ്. അഹി എന്നാൽ അത് പാമ്പ്. കാലാഹി എന്നൊരു പദമുണ്ട്. കാലമാകുന്ന പാമ്പ് എന്നാണ്. കാലമാകുന്ന അഹി അഥവാ കാലമാകുന്ന പാമ്പ്. അടുത്തത് ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രം ആരുടേതാണ് എന്നതാണ് ചോദ്യം. ആനവാരി രാമൻ നായർ. വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി, OV വിജയൻ, കേശവദേവ്. ഇത് ആരുടെ കഥാപാത്രമാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാതമായ കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ.
അടുത്തത് അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അല്ലെ, അരമനയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു രഹസ്യം അങ്ങാടി മൊത്തം പാട്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലായിടത്തും പരസ്യമായി എന്നാണ്. അപ്പൊ ഇവിടെ നോക്കാം, അങ്ങാടിയിലെ പാട്ട്, പരസ്യം, ഉച്ചത്തിൽ പാടുക, രഹസ്യം, ഇതിലേതാണ് അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം? അത് പരസ്യം എന്നാണ് അല്ലെ. അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം പരസ്യം എന്നാണ്. അടുത്തത് MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് എന്നതാണ് ചോദ്യം. MTക്ക് വയലാർ അവാർഡ്, ശ്രദ്ധിച്ചു വെക്കുക, MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതെന്നാണ്. അത് രണ്ടാമൂഴമാണ്. 1985 MTക്ക് വയലാർ അവാർഡ് കിട്ടിയത്. ആദ്യത്തെ വയലാർ അവാർഡ് 77 ആർക്കാ കൊടുത്തേ? ലളിതാംബിക അന്തർജനത്തിനാണ് അല്ലെ. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് 77 കൊടുത്തത്. പിന്നെ 85 MTക്ക് രണ്ടാമൂഴത്തിന് കൊടുത്തു. ഇപ്പോ 2023 24 ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? 24 ഏതാണ്? കാട്ടൂർ കടവാണ് അല്ലെ. 24 കാട്ടൂർ കടവാണ്. അത് അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവിനാണ് 24 കിട്ടിയത്. 23 ശ്രീകുമാരൻ തമ്പിയുടെ ഏതിനായിരിക്കും? ജീവിതം ഒരു പെൻഡുലമാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ളതും ആദ്യത്തതും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. പറഞ്ഞാൽ ഇല്ലാതാവുക എന്നാണ് അല്ലെ. അപ്പൊ ഉണ്ടായി വരിക, അഭിവൃദ്ധിപ്പെടുക എന്നൊക്കെ നമ്മൾ പറയും. അക്ഷയം വൃദ്ധി, നിക്ഷയം വൃത്തി, ഏതാ മക്കളെ കറക്റ്റ്? ക്ഷയത്തിന്റെ വിപരീതം വൃദ്ധിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് ടു ഗ്രീസ് ദ പാം എന്നതിന്റെ വിവർത്തനം എന്ത് എന്നതാണ്. വിവർത്തനം പരിഭാഷയാണ്, തർജമ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പന നനയ്ക്കുക, കൈക്കൂലി കൊടുക്കുക, സ്വാധീനിക്കുക, മുഖസ്തുതി പറയുക. ടു ഗ്രീസ് ദ പാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൈക്കൂലി കൊടുക്കുക എന്നാണ് കേട്ടോ. കൈക്കൂലി കൊടുക്കുക. ബ്ലാൻഡിഷ്മെന്റ് ആണ് മുഖസ്തുതി. ബ്ലാൻഡിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖസ്തുതിയാണ്. ഇത് ഗ്രീസ് ദ പാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ കൈക്കൂലി ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകളല്ലേ കൊടുക്കുക. അപ്പോഴല്ലേ കൈമേല് മറ്റേ കളർ വരിക, ഉദ്യോഗസ്ഥന്മാർ വന്ന് സെർച്ച് ചെയ്യുമ്പോ. അപ്പൊ ഗ്രീസ് ദ പാം, ഗ്രീസ് തേച്ചാലും ഒരു അടയാളം വരില്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഗ്രീസ് ദ പാം എന്ന് പറഞ്ഞാല് കൈക്കൂലി കൊടുക്കുക എന്നാണ്. അടുത്തത് തൺ പ്ലസ് താർ ചേർത്തെഴുതുക എന്നതാണ് ചോദ്യം. പ്രധാനപ്പെട്ടതാണ്, PSC ഇടയ്ക്കിടെ ചോദിക്കുന്നതാണ്. തണ്ടാർ ആണ് മക്കളെ. ഓപ്ഷൻ ഡി ആണ് തണ്ടാർ. അതെങ്ങനെയാവുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. തൺ പ്ലസ് താർ ആണ്, കൂടിച്ചേരുമ്പോ തൺ പ്ലസ് ഡാർ, അങ്ങനെ അത് തണ്ടാർ എന്നായി മാറും. ഡാർ. ഇവിടെ ത് എന്നുള്ള വർണ്ണം പോയി, പകരം ഡ് എന്നുള്ള വർണ്ണം വന്നു ചേരുന്നു. അടുത്തത് വിനയച്ചത്തിന് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. വിനയച്ചം എന്നാൽ അത് ക്രിയയുമാണ് എന്ന് ഓർത്തു വെക്കുക. പേരച്ചം എന്നാൽ പേരിനോട്, ഒരു നാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയ്ക്ക് പേരച്ചം എന്നും, ഒരു ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപൂർണ ക്രിയയ്ക്ക് നമ്മൾ വിനയച്ചം എന്നും പറയുന്നു. അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കി പോകാം. വരുന്ന ആൾ എന്നാണ്. ആൾ എന്ന് പറയുമ്പോൾ അതൊരു നാമമാണ്, നാമത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് എന്തായാലും വിനയച്ചമല്ല. കുട്ടി എന്നത് എന്താണ്? ഒരു നാമമാണ്, അത് വിനയച്ചമല്ല. അടുത്തത് കൊല്ലുന്ന രാജാവ് എന്നാണ്. രാജാവ് എന്നാൽ നാമമാണ്, നാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ ഒരിക്കലും വിനയച്ചമല്ല, അതുകൊണ്ട് ഇതുമല്ല. അടുത്തത് നോക്കൂ, കാണാൻ പോയി. പോയി എന്നൊരു പൂർണ്ണക്രിയയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന മറ്റൊരു ക്രിയ അല്ലെ. അപ്പൊ രണ്ട് ക്രിയകൾ ചേർന്ന് വരുന്നതാണ് വിനയച്ചം എന്നോർത്തിരിക്കുക. അതുകൊണ്ട് ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നോക്കൂ, ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്. ഇതിന്റെ ശരിയായ രൂപമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്, നമ്മൾ സ്ഥിരം പറയുന്ന ഒരു വാക്കാണ്. ഇതിൽ എന്താണ് തെറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, കണ്ണ് കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്, ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണ് കാണാൻ, പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ. ഏതാ കറക്റ്റ്? പറഞ്ഞോളൂ. സോറി, പറയൂ. ഇരുട്ടത്ത് കണ്ണ് കാണാൻ നമുക്കറിയാലോ,
നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണെന്നൊന്നും നീട്ടി വലിച്ചു പറയണ്ട. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണെന്ന് പറഞ്ഞാൽ തന്നെ കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. അടുത്തത് പ്രയതി എന്നതിന്റെ സമാന പദം അഥവാ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രയതി, പ്രയതി എന്നാൽ ദാനമാണ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്നൊക്കെ പറഞ്ഞ് പലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ പ്രയതി എന്നാൽ ദാനം എന്നാണ് അർത്ഥം, ദാനം. തജ്ജീവിതം പിരിച്ചെഴുതാനാ പറഞ്ഞിരിക്കുന്നത്. തജ്ജീവിതം എന്നാൽ തജീവിതം, തത് ജീവിതം, തജ് ജീവിതം, തജ് വിധം. ഏതാ കറക്റ്റ്? തത്തധികം ജീവിതമാണ്, തത്തധികം ജീവിതമാണ് കൂടിച്ചേർന്ന് തജ്ജീവിതമായി മാറുന്നത്. ഇതും ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. തജ്ജീവിതം എന്ന പദം ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് ധന്വം എന്ന വാക്കിന്റെ പര്യായം കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ധന്വം ശബ്ദം, മനസ്സ്, മരുഭൂമി, മേഘം. ഏതാ കറക്റ്റ്? ധന്വം എന്നാൽ മരുഭൂമിയാണ്. നിങ്ങൾക്ക് ധന്യ എന്ന പേരുള്ള ഒരു കൂട്ടുകാരി മണലാരണ്യത്തിൽ, അതായത് വിദേശത്ത് താമസിക്കുന്നുണ്ട് എന്നൊക്കെ ഓർത്തു വെക്കുക. അപ്പൊ ധന്വം എന്നാൽ മരുഭൂമി എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അടുത്തത് പ്രതിഷ്ഠിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏത് എന്നതാണ് ചോദ്യം. പ്രതിഷ്ഠിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം പ്രതിഷ്ഠിതൻ, പ്രതിഷ്ഠോത്സുകൻ, പ്രതിഷ്ഠാപകൻ, പ്രതിഷ്ഠാർത്ഥി. പ്രതിഷ്ഠിക്കുന്നവനാണ് പ്രതിഷ്ഠാപകൻ. ഓർത്തിരിക്കുക, സ്പെല്ലിംഗ് നോക്കി വെക്കുക. പ്രതിഷ്ഠാപകൻ എന്നാൽ പ്രതിഷ്ഠിക്കുന്നവൻ എന്നാണ് അർത്ഥം. അടുത്തത് ലയൺ ഷെയർ ആണ്. ലയൺ ഷെയർ എന്നതിന്റെ വിവർത്തനം പരിഭാഷാ തർജമ വിഭാഗത്തിൽ പെടുന്നതാണ്. സിംഹാസനം, സിംഹഗർജനം, സിംഹഭാഗം, സിംഹരാജാവ്. ഏതാ കറക്റ്റ്? ലയൺ ഷെയർ എന്നാൽ, ലയൺ ഷെയർ എന്നാൽ അധികമായിട്ട്, ഇപ്പൊ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ ആർക്കാണോ ഒരുപാട് കിട്ടുന്നേ, ഭൂരിഭാഗം കിട്ടുന്നേ, സിംഹഭാഗം അതായത് വലിയൊരു ഭാഗം കിട്ടുന്നേ, വലിയൊരു ഭാഗം കിട്ടുന്നേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലയൺ ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ട കൃതി ഏത് എന്നതാണ് ചോദ്യം. കൈരളിയുടെ കഥ, കേരള പാണിനീയം, കേരള പഴമ ഇവയൊന്നുമല്ല. നമുക്കറിയാം AR രാജരാജവർമ്മയുടെ കൃതിയാണ് കേരള പാണിനീയം. വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ കേരള പാണിനി എന്ന് വിളിക്കുന്നത്. എഴുതിയത് AR രാജരാജവർമ്മയാണെന്നും കൂടെ ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്. പകാരവും ബകാരവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നതാണ് ചോദ്യം. ചില കുട്ടികൾക്ക് ഇതറിയില്ല. ഒന്നറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. പ, ഫ, ബ, ഭ, മ. ഇതുപോലെ ഓരോ അക്ഷരങ്ങളും കാക്ക, കാക്കാങ്ങ, ചാച്ച, ചാച്ചന, ആ അക്ഷരമാലയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ നിരത്തി എഴുതുക. എന്നിട്ട് ഇതിന്റെ ടോപ്പിൽ നമ്മൾ കൊടുക്കുക. അവയുടെ തരംതിരിവാണ് ഖരം, അധിഖരം, മൂന്നാമത്തത് മൃദു, നാലാമത്തത് ഘോഷം, അഞ്ചാമത്തത് അനുനാസികം. അങ്ങനെ 5 കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് താഴേക്ക്, അതായത് ഇവിടെ ക, ച, ട, ത, പ അങ്ങനെ താഴേക്ക് പോവും. എല്ലാ അക്ഷരങ്ങളും ഈ പട്ടികയിലാണ് പെടുന്നത്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കൂ. പായും ബായും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ എന്നത് ഏതിലാ വരിക? പ എന്നത് ഖരത്തിൽ വരും. ഇവിടെ നോക്കൂ, ഓപ്ഷൻസിൽ അങ്ങനെ ഉണ്ടോന്ന്? ഉണ്ട്. ഇവിടെ പ ഖരത്തിൽ വന്നിട്ടുണ്ട്, ഇവിടെയും പ ഖരത്തിൽ വന്നിട്ടുണ്ട്. ഇനി ബ ആണ് ചോദിച്ചിരിക്കുന്നത്. ബ എന്നത് മൃദുവിലാണ് വരുന്നത്. ബ മൃദുവിൽ എവിടെയാ വന്നിരിക്കുന്നത്? ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. ഇത് ഉച്ചാരണത്തിന്റെ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനനുസരിച്ചിട്ട്, അതായത് ആദ്യത്തേത് ഖരം പ, അടുത്തത് അമർത്തി പറയുന്നതല്ലേ ഭ, അടുത്തത് മൃദുവാണ് ബ, പിന്നെ വീണ്ടും അമർത്തണം അപ്പൊ ഭ, പിന്നെ മൂക്ക് കൊണ്ട് പറയുന്നതാണ് അനുനാസികം. ങഞ്ഞെണ്ണം നമ്മ, അതെല്ലാം നമ്മൾ മൂക്ക് ഉപയോഗിച്ച് പറയുന്നതാണ്. അതെല്ലാം അനുനാസികത്തിലാണ് വരിക. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കൂ. കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക എന്ന ശൈലിയുടെ അല്ലെങ്കിൽ ആ അർത്ഥമുള്ള ഇംഗ്ലീഷിലെ വാക്ക് ഏത് എന്നതാണ് ചോദ്യം. ഗിവ് ക്വാർട്ടർ, ഗിവ് ദ ഗോ ബൈ, ഗിവ് ദ സ്ലിപ്പ്, ഗിവ് ഇൻ ടു. ഏതാ കറക്റ്റ്? ഗിവ് ദ സ്ലിപ്പ് ആണ്. ഗിവ് ദ സ്ലിപ്പ് ആണ്. പോലീസിന്റെ ഒക്കെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഗിവ് ദ സ്ലിപ്പ് എന്നതാണ് നമ്മൾ ഉപയോഗിക്കുക.
അടുത്തത് ശരിയായ പദം ഏത് എന്നതാണ് ചോദ്യം. അനർഘം, 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 അനർഘം. ഏതാ കറക്റ്റ്? ശരിയായ പദം അനർഘ നിമിഷങ്ങൾ, വിലമതിക്കാനാവാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ട്ടോ. വിലമതിക്കാനാവാത്തത് എന്നുള്ള അർത്ഥത്തിൽ അനർഘം എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് മലകൾ, താഴ്വരകൾ, മനുഷ്യർ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മലകൾ, താഴ്വരകൾ, മനുഷ്യർ എന്നത് ആരുടെ കൃതിയാണ് എന്നതാണ് ചോദ്യം. ചെറുകാട്, നാരായൺ, ഗ്രേ, സി, കെ പാനൂർ. ഇത് കെ പാനൂരിൻ്റെതാണെന്ന് ആലോചിക്കണേ. മലകൾ, താഴ്വരകൾ, മനുഷ്യർ എന്നുള്ളത് പാനൂരിന്റെ കൃതിയാണ്. ഗ്രേസിക്ക് ബാലസാഹിത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബാലസാഹിത്യം കിട്ടിയത് വിശേഷപ്പെട്ട പൂച്ച എന്ന കൃതിക്കാണ്. വിശേഷപ്പെട്ട പൂച്ച എന്ന കൃതിക്ക് ബാലസാഹിത്യത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കണേ. അടുത്തത് അജ്ഞാത രഹസ്യം എന്നതിന്റെ സമാസം ഏത് എന്നതാണ് ചോദ്യം. ഏതൊരു ചോദ്യത്തിനും സമാസം കണ്ടുപിടിക്കണമെങ്കിൽ അത് നമ്മൾ ഘടകപദങ്ങളാക്കാൻ അറിഞ്ഞിരിക്കണം. അജ്ഞാത രഹസ്യത്തിന് നമ്മൾ എങ്ങനെയാണ് പറയുക? അജ്ഞാതമായ രഹസ്യം എന്നാണ് പറയുന്നേ. അജ്ഞാതമായ രഹസ്യമാണ് അജ്ഞാത രഹസ്യം. ഓർത്തിരിക്കുക. ഇവിടെ ആയ എന്നാണ് വരുന്നേ. വിഗ്രഹിക്കുമ്പോൾ നടുവിൽ ആയ എന്ന് വന്നാൽ അത് കർമ്മധാരയ സമാസമാണ്. കർമ്മധാരയ സമാസത്തിന് ഉദാഹരണമാണ്. വിഗ്രഹിക്കുമ്പോൾ നടുവിൽ ആയ എന്ന പദം ചേർന്ന് വന്നാൽ അത് കർമ്മധാരയനാണ്. എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ നല്ലത് അതാണ്. അടുത്തത് കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ എന്നതിന്റെ ഒറ്റപ്പദം എന്ത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം ജാനു എന്നാൽ കാൽമുട്ടാണ്. ജാനു എന്നാൽ കാൽമുട്ടാണ്. ഇത് ഓർത്തിരിക്കണം, എപ്പോഴും ഓർത്തിരിക്കണം. അപ്പൊ ഏതായിരിക്കും? ആ ജാനു ബാഹു ആണ് കേട്ടോ. ബാഹു കൈയാണ്. കാൽമുട്ട് വരെ. ഇതിന് പകരം PSC നമ്മളോട് ആ ജാനബാഹു എന്ന് കൊടുക്കും. ആ ജാനബാഹു. എന്നിട്ട് പദശുദ്ധിയിൽ നമ്മളോട് ചോദിക്കും. ഇത് തെറ്റാണ്. നമുക്ക് ജാനു തന്നെ വേണം അല്ലെ. ആ ജാനുബാഹു എന്നതാണ് കറക്റ്റ് ആയത്. അടുത്തത് മണ്ണിനടിയിൽ പൊന്നമ്മ എന്ന കടങ്കഥയുടെ ഉത്തരം എന്ത് എന്നതാണ് ചോദ്യം. ചേന, ചേമ്പ്, മഞ്ഞൾ, കിഴങ്ങ്. ഈ 4 മണ്ണിനടിയിൽ ഉണ്ടാവുന്നതാണ്. അതിന് ഏതിനാണ് സ്വർണ്ണ നിറമുള്ളത്? അല്ലെങ്കിൽ എന്തരച്ചു തേച്ചാലാണ് നമ്മൾ സ്വർണ്ണ നിറത്തിൽ ആവുന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നത്? വിശ്വസിക്കപ്പെടുന്നതൊന്നല്ല, സത്യമാണ്. എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാനല്ല, എൻ്റെ ഒരു കസിൻ ആണ്. അപ്പൊ മണ്ണിനടിയിൽ പൊന്നമ്മ എന്നാൽ അതിന്റെ ഉത്തരം മഞ്ഞൾ എന്നാണ്. മഞ്ഞൾ എന്നാണ്. നദിയുടെ പര്യായം അല്ലാത്തതേത് എന്നതാണ് ചോദ്യം. നദിയുടെ പര്യായം അല്ലാത്തത് സരസ്, തരംഗിണി, തടിനി, വാഹിനി. ഓർത്തു വെക്കുക. തരംഗിണി, തടിനി, വാഹിനി ഒക്കെ ഒഴുകുന്നതാണ്. അങ്ങനെ ഒഴുകുന്നതെല്ലാം നദികളാണ്. അപ്പൊ ഈ സരസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അത് പൊയ്കയാണ്. ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്, ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒഴുകാണ്ട്. അതാണ് പൊയ്ക, സരസ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നദിയാണെങ്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഏത് എന്നതാണ് ചോദ്യം. ഡിറ്റക്റ്റീവ്, പേടിപ്പെടുത്തുന്ന എന്നുള്ള രീതിയിലാണ്. അത് ഭാസ്കര മേനോനാണ്. അപ്പൻ തമ്പുരാനാണ് രചിച്ചിരിക്കുന്നത്. അപ്പൻ തമ്പുരാൻ എഴുതിയ ഭാസ്കര മേനോൻ എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ. ആറാം തിരുമുറിവ് അതൊരു സിനിമയുടെ പേരല്ലേ. അതിന്റെ തദ്ധിതം ഏത് എന്നതാണ് ചോദ്യം. ആറാം എണ്ണൽ സംഖ്യകൾ വെച്ച് തുടങ്ങുന്നത്. തന്മാത്ര, നാമനിർമായി, പൂരണി, തദ്വത്. ഏതാ കറക്റ്റ്? എണ്ണൽ സംഖ്യ വെച്ച് തുടങ്ങുന്നത് പൂരണി തദ്ധിതമായിരിക്കും. കുട്ടികളെ ഒരു കാര്യം ചോദിക്കാം. ഇതുപോലെയുള്ള വ്യാകരണത്തിന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഏതാ വേണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ എടുത്ത് ഇട്ടരാം. ആവശ്യമുള്ളത് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ വെറുതെ എടുത്തിട്ടിട്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ മെനക്കെടുന്ന വെറുതെ ആവില്ലേ. അപ്പൊ ഏതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏത് എന്നതാണ് ചോദ്യം. സാമാന്യം, സർവം, മേയം, സംജ്ഞാനാമം. ഏതാ പറയുന്നേ? ജാതി വ്യക്തി ഭേദമില്ലാത്തത് മേയനാമമാണ്. മേയനാമം. ഇതുപോലെ തന്നെ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല അല്ലെ. അതായത് മഞ്ഞ്, മഴ, വെയില്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം എന്തിലാണ് പെടുന്നത്? മേയനാമത്തിലാണ് പെടുന്നത് എന്നോർക്കുക.
അടുത്തത് കുയിലിന്റെ പര്യായം ഏത് എന്നതാണ് ചോദ്യം. പരഭൃതം, കോകിലം, പികം, പിക്കം. പിക്കം പികം. കുയിലിന്റെ പര്യായം അല്ലാത്തതേത് എന്നാവാനാണ് സാധ്യത. കാരണം പരഭൃതം കുയിലാണ്, കോകിലം കുയിലാണ്, പിക്കം കുയിലാണ്. പിക്കം മാത്രമാണ് ആനക്കുട്ടി. ഒന്ന് നോക്കിയേ, ഇവിടെ 2 കായുണ്ടല്ലോ, ഇരട്ടിപ്പ് വന്നിട്ടുണ്ടല്ലോ, അത് ഉണ്ടയാണ് അല്ലെ. അപ്പൊ അത് ആനക്കുട്ടിയാണ്. പിക്കം എന്നതാണ് ആനക്കുട്ടി. ബാക്കി 3ഉം കുയിലിന്റെ പര്യായങ്ങളാണ്. ധവളം എന്നതിന്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. ധവള നിറം എന്ന് പറഞ്ഞാല് പച്ചപ്പുൽച്ചാടി, മഞ്ഞപ്പുൽച്ചാടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, അതിലുണ്ടെന്ന് തോന്നുന്നു ധവളപ്പുൽച്ചാടി എന്നുള്ള പാട്ട്. ധവളം എന്ന് പറഞ്ഞാല് വെളുപ്പാണ് മക്കളെ, വെളുപ്പാണ്. അപ്പൊ ധവളത്തിന്റെ വിപരീതം എന്തായിരിക്കും? കാളമാണ് ട്ടാ. കാളം എന്നാൽ കറുപ്പ് എന്നാണ് അർത്ഥം. കാളം എന്നാൽ കറുപ്പ്. കാളകൂട വിഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കാളം എന്നാൽ കറുപ്പ്. പീതം എന്നാലോ? പീതം എന്നാൽ മഞ്ഞ. പാടലം എന്നാലോ? പാടലം ഇളം ചെമപ്പാണ്, ഇളം ചെമപ്പാണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് ശരിയായ പദം ഏത് എന്നതാണ് ചോദ്യം. അഞ്ജലി എന്ന് 4 രീതിയിൽ, കൂപ്പുകൈ എന്നുള്ള അർത്ഥത്തിലാണ്. അഞ്ജലി, 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 ആഞ്ജലി. ഏതാ കറക്റ്റ്? അഞ്ജലിയാണ് അല്ലെ, കൂപ്പുകൈ എന്നുള്ള അർത്ഥത്തില്. ഓപ്ഷൻ ബി. അടുത്തത് ബാഹ്യ അലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്ന, അതായത് നമ്മളൊന്ന് ഒരുങ്ങി നടക്കണം, അങ്ങനെ ബാഹ്യമായ അലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്ന പഴഞ്ചൊല്ല് ഏത് എന്നതാണ് ചോദ്യം. കുയിലിന് സൗന്ദര്യം സ്വരമാണ്, പല്ലൊത്താൽ പകുതിയൊത്തു, സ്വർണമായാലും വർണ്ണം വേണം, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം. നമ്മളെ വീടുകളിലൊക്കെ ചില അമ്മൂമ്മമാര് പറയുന്നതാണ് അല്ലെ, ഒന്ന് വൃത്തിക്ക് നടക്ക്. നമ്മളിങ്ങനെ കൂതറക്കോലത്തിലൊക്കെ നടക്കുമ്പോ ഇത്തിരി വൃത്തിക്ക് നടന്നൂടെ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നല്ലേ പറയാന്നൊക്കെ അമ്മൂമ്മമാര് പറയും. അപ്പൊ ബാഹ്യ അലങ്കാരത്തിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്നത് ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നതാണ്. അടുത്തത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഏത് എന്നതാണ് ചോദ്യം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, വള്ളത്തോൾ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജരാജവർമ്മ. നമുക്കറിയാം കാളി എന്നാൽ, കാളിക്കാണ് നമ്മൾ കോഴീനെയൊക്കെ ബലി കൊടുക്കുക എന്നൊക്കെ ആലോചിക്കുക. അപ്പൊ വലിയ കോയി ആയിട്ട് കണക്ട് ചെയ്യുക. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് എന്തെന്നറിയപ്പെടുന്നേ? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നേ. AR രാജരാജവർമ്മ എന്തെന്നാണ് അറിയപ്പെടുന്നത്? അദ്ദേഹം അറിയപ്പെടുന്നത് കേരള പാണിനി എന്നാണ്. കാരണം വ്യാകരണ ഗ്രന്ഥമായ പാണിനീയം രചിച്ചത് അദ്ദേഹമാണ് എന്നും കൂടെ ഓർത്തിരിക്കണേ. അപ്പൊ ഇത്രയും 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഉത്തരം പറയുന്നേക്കാളും മുന്നേ സ്വയം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ മാർക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പിന്നെ തെറ്റുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നതും നന്നായിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഡിയേഴ്സ്. ബൈ.